ഈ നിനവറിയാതെ ഈ കനവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാറിൽ ചായും നേരം. ഉണ്ണി ശരിക്കും ഈ ടിഷ്യൂ പേപ്പർ പോലെയാ, പെട്ടെന്ന് എല്ലാം ഒപ്പിയെടുക്കും. സ്പോഞ്ച് പോലെ എന്ന് പറയാം. സ്പോഞ്ച് പോലെ. തുടക്കകാലത്ത് ഉണ്ണി മുകുന്ദൻ ശരിക്കും സ്റ്റെപ്പിനെയായിരുന്നു. മറ്റുള്ളവർ ഉപേക്ഷിച്ച് കളയുന്ന റോളുകൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരാള്. ഞാൻ അതിനൊക്കെ ഭയങ്കര ചലഞ്ചായിട്ട് എടുത്തത്. ഏറ്റവും കൂടുതൽ മറ്റൊരാളുടെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാണിക്കുന്നത് മമ്മൂക്കയുടെ പടത്തിലാണ്. ഓ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലയാള സിനിമയുടെ ഉണ്ണിക്കുട്ടൻ, ഒരുപാട് പെൺമനസ്സുകളിലെ സൂപ്പർമാൻ ഉണ്ണി മുകുന്ദനാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം. ഇതെന്തിന്റെ ചിരിയാണ്? സൂപ്പർമാൻ എന്ന് വിളിച്ചതിന്റെ ചിരിയാണോ, ഉണ്ണിക്കുട്ടൻ എന്ന് വിളിച്ചതിന്റെ ചിരിയാണോ? നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ചുള്ള കാര്യങ്ങൾ, റെക്കോർഡ് ചെയ്യാത്ത ചില കാര്യത്തിനെ കുറിച്ച്. എന്നാലും താങ്ക്സ് അലോട്ട്. ഇഷ്ടമാണോ ഉണ്ണിക്കുട്ടൻ എന്നുള്ള വിളിയൊക്കെ? എല്ലാവരും ഈ ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ പറയുന്നവർ ഭയങ്കര ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടക്കേട് കാണിക്കാനൊന്നുമില്ല. ഇവിടെ എൻജോയ്. പിന്നെ ഈ പ്രായം കൂടുന്തോറും ഇപ്പോൾ ഈ അടുത്തായിട്ടുണ്ടായ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം, ഞാനും എൻ്റെ അച്ഛനും ഒറ്റപ്പാലത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, ലൈക്ക് പാരൻസ് ഒഫീഷ്യലി ഹിയർ. അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് കുറേ ആൾക്കാർ കാണുമ്പോൾ മുകുന്ദേട്ടാന്ന് വിളിച്ചു. അപ്പോൾ ഞാനും തിരിഞ്ഞു, എൻ്റെ അച്ഛനും തിരിഞ്ഞു. ആൻഡ് ലൈക്ക് അച്ഛൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് പുള്ളി എൻ്റെ അടുത്ത് നിന്നാണ് സംസാരിച്ചത്. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഐ മീൻ ഭയങ്കര എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം. ലൈക്ക് എൻ്റെ ഒരു ട്രാൻസിഷൻ പോലെ എനിക്ക് തോന്നി. ഇത്രയും വലിയ ശരീരമൊക്കെ ഉണ്ടായതിനു ശേഷം ഉണ്ണിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഛേ എൻ്റെ ഈ ശരീരത്തിനും എൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനും പറ്റുന്ന പേരല്ലല്ലോ ഉണ്ണി എന്നുള്ള കാര്യം? ഞാൻ ആക്ച്വലി ഉണ്ണിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് ഈ പേരിനോട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ണി എന്നൊരു പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ വന്നിട്ട് പറയും, ലൈക്ക് ഈ ഗുജറാത്തിൽ വന്നു, അപ്പോൾ എൻ്റെ പേരെങ്കിലും മാറ്റാമായിരുന്നു, വല്ല രോഹിത് എന്നോ രാഹുൽ. ഞാൻ പെട്ടെന്ന് വിചാരിച്ച പേരാ രോഹിത്. ഗുജറാത്തിലായതുകൊണ്ട് രോഹിത് ഞാൻ പറഞ്ഞത് ബിക്കോസ് 2000 ഋതിക് റോഷന്റെ സിനിമ ഇറങ്ങിയപ്പോൾ ഋതിക് റോഷന്റെ പേര് അതിൽ രോഹിത് എന്നായിരുന്നു. അപ്പൊ ഋതിക് റോഷൻ ഫാൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ മലയാളത്തിൽ അല്ലെങ്കിൽ സിനിമയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി ഈ പേര് ഞാൻ ഒരു ഹൗസ് ഹോൾഡ് പേരാക്കി മാറ്റും. അങ്ങനെ ഭാഷകളൊക്കെ കയറി ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഉനി എന്ന് വിളിക്കും. ഉനി മുകുന്ദൻ. ഈ ഉനി എന്ന് വിളിക്കുന്നത് അവിടെ ഗുജറാത്തില് പട്ടിക്കുട്ടികളുടെ മേത്ത് പ്രാണിയൊക്കെ വരില്ലേ, അതിന് ഊനി എന്നാ പറയാറ്. ഭയങ്കര ലൈക്ക് എന്തുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. മലയാള സിനിമയിൽ ഒരു കാലത്ത് കാണാതാകുന്ന സർവ്വ പിള്ളേരുടെയും പേര് ഉണ്ണി എന്നായിരുന്നു. എത്രയോ സിനിമകളിൽ ഉണ്ണികൃഷ്ണൻ എന്നൊരു പേര് ഉണ്ടോന്ന് സംശയമുണ്ട്. ഒരിക്കലും ഉണ്ണി മുകുന്ദൻ എന്നൊരു പേര് എൻ്റെ ബോംബെ മാർച്ച് എന്ന സിനിമയിൽ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ണി മുകുന്ദൻ സ്ക്രീനിൽ കാണുന്നത്. അതർവൈസ് ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു. അപ്പോൾ പേര് മാറ്റണം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ബിക്കോസ് പഞ്ചില്ല പേരിന്. ബട്ട് ഐ വാസ് നോട്ട് വെരി എന്താ പറയുക കംഫർട്ടബിൾ ആയിരുന്നില്ല. പുതിയ ഏത് പേര് വന്നാലും ആ സമയത്ത് ഏതൊക്കെ പേരുകളായിരുന്നു ഉണ്ണി മുകുന്ദൻ ആ സമയത്ത് സജഷനിൽ വന്നായിരുന്നു? എൻ്റെ തമിഴ് ഞാൻ ചെയ്തപ്പോൾ ജയ് എന്നൊക്കെ ഉണ്ടായിരുന്നു, ജയകൃഷ്ണ എന്നൊക്കെ. പിന്നെ ഇവിടെ മലയാളത്തിൽ വന്നപ്പോൾ അഭയരാജ് എന്നൊക്കെ ഉണ്ടായിരുന്നു. അഭയരാജ്, പഴയ ശോഭരാജ് എന്നൊക്കെ പറയുന്നൊരു ഫീലാണല്ലോ. അഭയരാജ് കലക്കേട്ടോ. ഒരു സെക്കൻഡ്, ഞാൻ ഈ അഭയരാജ് എന്നുള്ള പേര് വെച്ചിട്ട് ഉണ്ണി മുകുന്ദനൊന്ന് നോക്കട്ടെ. വളരെ നന്നായിട്ടുണ്ട്. അഭയരാജ് എന്ന് വേണ്ട, മോർ സിമിലർ ടു പൃഥ്വിരാജ് എന്നൊക്കെ ആയിരുന്നു കുറെ പേര് ലൈക്ക് സംസാരിക്കുമ്പോൾ ആ സമയത്തൊക്കെ. ഉണ്ണി മുകുന്ദൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ആലോചിച്ചത് ഉണ്ണി ഇടുന്ന ടീഷർട്ട് സൂപ്പർമാന്റെ ആയിരിക്കും എന്നുള്ളതാണ്. എന്റെ സംശയം തെറ്റിയില്ല. പിന്നെയും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാനിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ സൂപ്പർമാൻ്റെ ടീഷർട്ട് ഡിഗ്രി പയ്യൻ യെസ്. സൂപ്പർമാൻ എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ എസ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്. ഭയങ്കര ഹോപ്പ്ഫുൾ. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നാളെ സംഭവിക്കും. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിലാണ്. അതെന്നെ ഭയങ്കരമായിട്ട് ഹോണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രായം കൂടുന്തോറും എനിക്ക് ഇതിനോടൊരു ഫിലോസഫിക്കലി ഞാൻ ഭയങ്കരമായിട്ട് അടുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കോളേജിൽ നമുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നായിരുന്നു.
And I wrote a 30-40 പേജ് റിപ്പോർട്ട് ഓൺ സൂപ്പർമാൻ, ഒരു ഫിലോസഫിക്കൽ ഐക്കൺ എന്ന രീതിയിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതിൽ. ശരി. ക്രിസ്റ്റഫർ നോളനൊക്കെ ബാറ്റ്മാനെ കുറിച്ച് ഇമോഷണലി ചിന്തിച്ചതിലും മീതെ സൂപ്പർമാനെ കുറിച്ച് ഉണ്ണി മുകുന്ദൻ ചിന്തിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് എനിക്ക് അതിനെ കുറിച്ച് കുറേ സംസാരിക്കാം. ഇറ്റ് ജസ്റ്റ് ദാറ്റ് സൂപ്പർമാൻ്റെ ക്യാരക്ടർ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കൂടി ഉണ്ട് ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു സൂപ്പർ ഹീറോ മൂവി ചെയ്യണം, കുട്ടികളെ എക്സൈറ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ ടോം ആൻഡ് ജെറിയിൽ എനിക്ക് എന്നെ ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ സംഭവം എന്ന് വെച്ചാൽ ഈ ടോമോടും ജെറിയോടും ഇവരിങ്ങനെ പേപ്പർ പോലെ ആവും, പിന്നെ എയർ കയറി പിന്നെ വരും. അപ്പോൾ ഒരു ബ്രേക്ക് ഇല്ല ക്രിയേറ്റിവിറ്റിക്ക്, അല്ലേ? സാധാരണ നമ്മൾ വണ്ടിയിലിടിച്ച് നമ്മൾ ചാവും, ലൈഫ് അവിടെ തീരാണ്. ടോം ആൻഡ് ജെറിയുടെ മേത്തിൽ കൂടെ ഇനി ബുൾഡോസർ പോയാലും ഒരു കുഴപ്പമില്ല. അത് വെരി എക്സൈറ്റിംഗ് സ്റ്റഫ്, ആനിമേഷൻ ഒക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ടീഷർട്ട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഉള്ളിൻ്റെ ഭയങ്കര വേറെ BGM ആണ്. ഉണ്ണിമുഖത്ത് നടക്കുമ്പോൾ ശരിക്കും ഉണ്ണിമുഖത്തിന്റെ ചെവിയിൽ വേറെ BGMs ഒക്കെ ഉണ്ടല്ലേ? അതെ, ഞാൻ ഭയങ്കര ആ രീതിയിലൊക്കെ ലൈക്ക് എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമായിട്ട് പാട്ട് പാടും, അല്ലെങ്കിൽ ഒരു BGM മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഉണ്ണി മുകുന്ദൻ വളരെ സീരിയസ് ആയിട്ട് പാടി തുടങ്ങി. ഒരു അച്ചായൻസ് സിനിമയിൽ പാടി. അതും വെറുതെ പാട്ട് മാത്രമല്ല, നമ്മൾ തന്നെ പാട്ട് എഴുതുന്നു, നമ്മൾ തന്നെ കമ്പോസ് ചെയ്യുന്നു. നമ്മൾ തന്നെ കമ്പോസിങ് വേറെ രതീഷ് വേഗാണ്. പാട്ട് എഴുതിയതും രതീഷിനൊപ്പം തന്നെയാണ്. എന്നാൽ പാടാനുള്ള ഒരു അവസരം ഉണ്ടായി. ഈ വരി എഴുതി തുടങ്ങിയതെന്ന് പോലെ അതൊക്കെ പണ്ട് ഉണ്ണിമുകുന്ദൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് കവിത എഴുത്ത്, പാരായണം ആദ്യ മുതലായ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു 30 പോയിട്രീസ് ഒക്കെ എഴുതി വെച്ച ആളാണ്. എന്റെ ദൈവം, കവിയാണ്. അധിക മാർഗം തിരിച്ചറിയാനാവാതെ പോയ ഒരു കവി ഉണ്ണി മുകുന്ദൻ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതും കൂടി ഉണ്ടല്ലോ, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് BA ഇംഗ്ലീഷാണ്. So I've written like 30 odd poetries, ഒരു ചെറിയ ഷോർട്ട് ഫിലിം എഴുതി, ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അതിൽ ആ നായകന്റെ പേര് ഉണ്ണി തന്നെയാണ്. ആ പുസ്തകം ലൈക്ക് 2013-2010 എഴുതിയ സാധനം ലക്കിലി ഇപ്പോഴും ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നാളെ എപ്പോഴെങ്കിലും സോ മെനി ഡ്രീംസ്. ഞാൻ ഒരിക്കലും എന്നെ നമ്മളെ ഒരു തരത്തിലും ബിലിറ്റിൽ ചെയ്യാറില്ല. എനിക്ക് നമ്മളെല്ലാം ചെയ്യാം, എല്ലാം സംഭവിക്കും എന്ന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ലൈഫിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ സൂപ്പർമാൻ എന്നൊരു ചുമ്മാ പേരിന് നല്ല ടീഷർട്ട് എന്ന രീതിയിൽ ഞാൻ കാണുന്നില്ല. ബട്ട് ലുക്സ് ഗുഡ് ഓൺ മീ. അതുകൊണ്ട് പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉണ്ണി തന്നെ ആലോചിക്കും. സെൽഫ് മോട്ടിവേഷന്റെ കാര്യത്തിൽ ഉണ്ണി മുകുന്ദൻ ഒരു അഗ്രഗണ്യനാണ്. വേറെ ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണോ? ഞാൻ അതിന് ആ രീതിയിലൊരു ഡിപ്പെൻഡൻസി ആഗ്രഹിക്കുന്നില്ല. അതായത് ഇപ്പോൾ നാളെ കുറേ പേരുണ്ട് കേട്ടോ, കുറേ പേര് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഫാമിലി. എന്നാലും ഒരു നമ്മുടെ സ്വകാര്യ സമയത്ത് അല്ലെങ്കിൽ നിമിഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. ദാറ്റ് ടൈം യു ഹാവ് ടു ഗെറ്റ് അപ്പ് റിയലി. അതായത് ഇപ്പോൾ ഫിറ്റ്നസ് എൻ്റെ ലൈഫിൽ വന്ന് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഐ വാസ് ആസ്തമാറ്റിക് കിഡ്. ചെറുപ്പത്തിൽ ആസ്തമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എടുത്ത് തീരുമാനമാണ്, എനിക്ക് മതിയായി ഈ ഇഞ്ചക്ഷനും എന്താ പറയുക ഗുളിക കഴിച്ചിട്ടേ. സ്കൂളിലൊക്കെ ഹാങ്കർ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഹാഫ് സ്ലീവ് ഷർട്ട് ഇടുമ്പോൾ ഇതിങ്ങനെ കാറ്റടിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ, ഞാനല്ല ആടുന്നത്, ഷർട്ടാടുന്നത്, പക്ഷെ കാഴ്ചയിൽ ഒരു ഹാങ്കർ തന്നെ. അപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സിലത്തെ പെൺകുട്ടികൾ നമ്മളിങ്ങനെ ഇതായി പോകും, ഫ്രണ്ട്സ് നമ്മളെ കുറച്ച്. അപ്പോൾ എന്നെ ഭയങ്കര കോംപ്ലക്സ് അടിച്ചു ചെറുപ്പത്തിലേ. അപ്പോൾ പഠിപ്പിലും അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. 7th സ്റ്റാൻഡേർഡിൽ ഞാൻ ടേം എക്സാംസിലൊക്കെ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ തീരുമാനിച്ചതാണ് മതി. അപ്പോൾ എൻ്റെ അമ്മ രാവിലെ 4 മണിക്ക് എണീക്കുമ്പോൾ 4:30 അമ്മേനെ എണീപ്പിക്കും. അമ്മയാണ് കൗണ്ട്സ് വയ്ക്കുക. ഇന്നലെ 2 പുഷപ്പായിരുന്നു, ഇന്നും. അപ്പോൾ ഐഡിയ എത്രയേ ഉള്ളൂ, ഇന്നലെ 2 ആണെങ്കിൽ ഇന്ന് 3. 3 5 ആയാലും കുഴപ്പമില്ല, പക്ഷെ 2 3 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് ബിക്കം എ പാർട്ട് ഓഫ് മൈ ലൈഫ്. അപ്പോൾ ഈ ഇറ്റ്സ് അഗൈൻ കൈൻഡ് ഓഫ് എ സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ചെറിയ കാര്യങ്ങൾക്കും ഉണ്ണി പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന ആളുമാണ്. അതിനുശേഷമാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തെടുക്കുക. അതെ, ഞാൻ ആ രീതിയിൽ സെൻസിറ്റീവാണ്. എന്നെ ചില കാര്യങ്ങൾ അതെന്തുകൊണ്ട് അങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സിനിമയുടെ റിലീസിന് ശേഷം തൊപ്പി വെച്ച് വന്ന ഒരു ഉണ്ണി മുകുന്ദനെ വിഷമം തോന്നിട്ട് സ്വന്തം മുടി വരെ മുറിച്ച് കളഞ്ഞൊരു ഉണ്ണി മുകുന്ദനെ. എനിക്ക് അത് ഒരു എൻ്റെ ഇറിറ്റേഷൻ എവിടെയെങ്കിലൊക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കണമെങ്കിൽ നല്ലത് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ഒരു ദേഷ്യമാണ്. അത് ഞാൻ അവനോട് തന്നെ ദേഷ്യം തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് അതെ, ഞാൻ എടുത്ത തീരുമാനമായിരുന്നു. ഞാൻ അത് പല തരത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു, ഞാനത് ചെയ്തില്ല. ആ ഒരു നമ്മളെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഫ്രസ്ട്രേഷൻ, ആൻഡ് ഐ ടേക്ക് ഇറ്റ് ഓഫ്. ഞാൻ ഒരിക്കലും മനസ്സിൽ വെക്കാറില്ല, ഈ ഒരു ബാഗേജ് ആയിട്ട് എടുത്ത് കൊണ്ടുപോകാറില്ല. ഒരാളായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കും അവിടെ. പിന്നെ
പിന്നെ നാളെ ആ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് കിടക്കില്ല. ഇല്ല നെഗറ്റിവിറ്റി അങ്ങനെ ക്യാരി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ എക്സ്പ്രസ് ചെയ്ത് അങ്ങ് തീർക്കും. എക്സ്പ്രസ് ചെയ്ത് തീർക്കും. ചില സമയത്ത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരിക്കും, ചിലർക്ക് അത് ഉണ്ണി അപ്പൊ തന്നെ മുഖം മാറി എന്നൊക്കെ പറയാറുണ്ട്. അത് നല്ലതാണ്, ഞാൻ മനസ്സിലാക്കി. ഉണ്ണി ശരിക്കും ഈ ടിഷ്യൂ പേപ്പർ പോലെയാ, പെട്ടെന്ന് എല്ലാം ഒപ്പിയെടുക്കും. സ്പോഞ്ച് പോലെ എന്ന് പറയാം. സ്പോഞ്ച് പോലെ. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ സിനിമയിൽ വരാനുള്ളൊരു അവസരം ഉണ്ടായി. ഒരു സെൻസിറ്റിവിറ്റി കൂടുതലാണ്. എന്തായാലും ഇത്രയും നമ്മൾ പറഞ്ഞു. നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, ഉണ്ണി മുകുന്ദന്റെ പാട്ട് എഴുതിയതിനെ കുറിച്ച് പറഞ്ഞു, പാടിയതിനെ കുറിച്ച് പറഞ്ഞു. ആളുകൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും ഉണ്ണി മുകുന്ദൻ എത്രമാത്രം സാങ്കേതികത്വം ഉപയോഗിച്ചിട്ടാണ് പാടിയത് എന്നറിയാൻ കൂടി. അപ്പോ ഭയങ്കരമായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പാട്ട് പാടാം. ജാനേ മൻ ജാനേ ജിഗർ ഹോതാ മൈ ശായർ അഗർ कहता गजल तेरी अदाओं पे मैंने ये कहा जो मुझसे खफा वो जाने हयात हो गई एक अजनबी हसीना से यूं मुलाकात हो गई फिर क्या हुआ ये ना पूछो कुछ ऐसी बात हो गई. ഉണ്ണി മുകുന്ദൻ എന്ന ഗായകൻ, ഉണ്ണി മുകുന്ദൻ എന്ന ഗാനരചയിതാവ്, ഉണ്ണി മുകുന്ദൻ എന്ന നടൻ, ഇതിനൊക്കെ മുൻപ് ഉണ്ണി മുകുന്ദൻ എന്നൊരു സഹസംവിധായകൻ ഉണ്ടെന്നുള്ള കാര്യം വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയാവുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടേ ഉള്ളൂ. ഞാൻ തുടങ്ങിയത് ലോഹിത് സാറിൻ്റെ ഒപ്പം. അന്ന് അഭിനയമാണോ അല്ലെങ്കിൽ സംവിധാനമാണോ എന്നുള്ളൊരു ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ 19 വയസ്സ് ഞാൻ +2 കഴിഞ്ഞു. ദെൻ ലോഹിത് സാറിനെ കണ്ടു. ഒരു തോർത്തുമുണ്ടും ഒരു തോർത്തുമുണ്ടും പിന്നെ ഒരു കാവ്യമുണ്ടും ഇട്ട് ഒരാൾ ബീഡി വെച്ചിട്ട് ഇങ്ങനെ പോയി. ലോഹിത് സാറ് വരുന്നു, അപ്പൊ പുള്ളി പോയി ഓൾറെഡി. തിരിച്ചു വന്നിട്ട് മറ്റേ പുള്ളിയുടെ വലിയൊരു കസേര ഉണ്ട്, അവിടെ വന്നിട്ട് ഇരുന്നു. പറയൂ. അയ്യോ സാർ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വെപ്രാളം. അതിൽ നിന്ന് ഉണ്ടായ ഒരു കൺവെർസേഷൻ. അപ്പോൾ എന്നോട് ചോദിച്ചു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ടിപ് ടോപ്പ്. ഞാൻ പറയും പോയി ഇല്ല, സാറിനെ കാണാൻ വന്നപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഭയങ്കര പോസിറ്റീവായ ഒരു വൈബ്സ് ഞാൻ കിട്ടിയത്. ഞാൻ ആദ്യം കണ്ടത് ഒരു സാധാരണക്കാരൻ വരുന്നു, ഇരിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു കിരീടം, ചെങ്കോൾ, അത് വലിയ വലിയ സിനിമകൾ എഴുതിയ ഒരാൾ. പിന്നെ പോലെ ഒരു കോമൺ മാനിന് സിനിമയിലേക്ക് വരാം എന്ന് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയൊരു മെസ്സേജ് ആയിരുന്നു. ഇതേ സമയത്ത് ഞാൻ വേറൊരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വളരെ മോശമായൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ തന്നെ എൻ്റെ ഈ സിനിമ സ്വപ്നം നിർത്തി ഗുജറാത്തിൽ തന്നെ തിരിച്ചു പോകാൻ 100%. അവിടെ നിന്ന് ഭയങ്കര പോസിറ്റീവായി. പിന്നെ ലൈഫിലുണ്ടായ പല പ്രശ്നങ്ങളും ലോഹിത് സാറ് മരിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്നായിരുന്നു പുള്ളിയുടെ അടുത്ത്. പക്ഷേ പുള്ളിയുടെ അനുഗ്രഹം എനിക്കിപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിവേദ്യം എന്ന സിനിമ ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെയാണ് വിനു അതിൽ അഭിനയിച്ച. സോ ലോങ് ടൈം ബാക്ക് ഐ തിങ്ക് ഐ ക്യാൻ മെൻഷൻ ഇറ്റ്. ഭാമ പിന്നെ ഈ ഭാമയോട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭാമ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. തുടക്കകാലത്ത് ഉണ്ണി മുകുന്ദൻ ശരിക്കും സ്റ്റെപ്പിനെയായിരുന്നു. മറ്റുള്ളവർ ഉപേക്ഷിച്ച് കളയുന്ന റോളുകൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരാള്. ഞാൻ അതിനൊക്കെ ഭയങ്കര ചലഞ്ചായിട്ട് എടുത്ത്. ഓക്കെ നൈസ്, ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ എവിടുന്ന് കിട്ടിയാലും അത് ഞാൻ എടുക്കും. കുറേയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിലതൊക്കെ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടി. പിന്നെ നമ്മളുടെ തീരുമാനങ്ങൾ കുറേയൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ സ്റ്റെഫ്നി എന്ന ആ സമയത്തൊരു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി, ബിക്കോസ് വരുന്ന ഏത് കഥയുള്ള അത് ഇന്നാളെ വേണ്ടാന്ന് വെച്ചതാണോ? ഓ ശരി, എന്നാ ശരി പറ. ഇതൊക്കെ ലൈക്ക് എൻ്റെ കരിയറിൽ ഉണ്ടായ ഏറ്റവും വലിയ സംഭവം ലൈക്ക് മല്ലു സിംഗ്, പൃഥ്വിരാജ് മാറിയ അത് അവരുടെ ഒരു പല കാരണങ്ങൾ. എനിക്ക് വന്നത് സുപ്രഭാതത്തിൽ ഒരു വലിയ സിനിമ വന്നു. അത് ഞാൻ അതിൻ്റെ ഒരു ഭയങ്കര ഞാൻ എവിടെയും പറയാത്തൊരു സംഭവമുണ്ട്, സ്ട്രൈക്കിങ്. ഞാൻ ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു ചെയ്യാനൊക്കെ. അപ്പം ഞാനത് ചെയ്യില്ല എന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ സേവ് ചേട്ടനോട് പറഞ്ഞിരുന്നു. ചെയ്യുന്നില്ല, ഫസ്റ്റ് സെഷനിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. വീട്ടിലെത്തിയപ്പോൾ ബട്ട് മൈൻഡിൽ കുറേ പേര് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ചെയ്താൽ നന്നായിരിക്കും, ഒരു നല്ല സിനിമയാണെന്ന്. ആ സമയത്ത് എനിക്കൊരു ഒരു ന്യൂസ് റിപ്പോർട്ടറിൻ്റെ ഒരു ഫോൺ വന്നു, ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത് അങ്ങനെയൊക്കെ. അപ്പം എനിക്കത് കൊണ്ടു. ഞാൻ പറഞ്ഞു എന്തായാലും ഈ പടത്തോടെ തീരുമാനമാവും. എന്നോട് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റെ കരിയറിൽ വലിയൊരു സിനിമയായി മാറി.
ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ലൈക്ക് ഉണ്ണിയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് ഉണ്ണിയെ വളർത്താൻ ഏറ്റവും നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെയാണ്. ലൈക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു ഏത് വ്യക്തിനോട് നമ്മുടെ ഈഗോ ഹേർട്ട് ആകുമ്പോഴാണ് നമുക്ക് എങ്ങനെയെങ്കിലും കീഴടക്കണം എന്നുള്ള തോന്നലുണ്ടാവുക. ഈഗോ പിന്നെ ഇച്ചിരി നെഗറ്റിവിറ്റി ഉള്ളൊരു വേർഡാണ്. ഞാൻ അതിന് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മാധുയുടെ സെൽഫ് റെസ്പെക്ടിനെ ഞാൻ ടച്ച് ചെയ്താൽ അത് മാധുവിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ ഫോൺ കോൾ എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തു. ഞാൻ അപ്പോഴാണ് പറഞ്ഞത് ശരി ചെയ്യാന്ന് ചേട്ടാ, എന്ന തുമ്പി കല്ലെടുക്കും നമുക്ക് നോക്കാന്ന്. ഇപ്പൊ ഞാൻ ഭയങ്കര സില്ലായിട്ട് തോന്നുന്നു. പക്ഷേ ബിക്കോസ് ഐ വാസ് ലൈക്ക് 24 ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന മെസ്സേജസ് ഒക്കെ ആ സമയത്ത് പടം ഹിറ്റായതിനു ശേഷം എനിക്ക് ഫേസ്ബുക്കിനകത്ത് ഇമെയിൽ അഡ്രസ് ഉണ്ടായിരുന്നു എൻ്റെ speedsterboy@gmail.com. എൻ്റെ സ്കൂൾ ടൈമിൽ ഉണ്ടാക്കിയൊരു ഇമെയിൽ അഡ്രസ് speedsterboy@gmail.com. അപ്പോൾ അതിൽ വന്നു ലൈക്ക് ഒരു 35-40 ഏജിലും എനിക്കൊരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റിയത് ഭയങ്കര സംഭവമാണെന്ന്. ബിക്കോസ് ആൾക്കാർക്ക് അറിയില്ല എന്നെക്കുറിച്ച്. അപ്പോൾ ഇത്ര മെസ്സേജസ് വന്നത് ഇറ്റ് വാസ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസ് ആയിരുന്നു. ആ ടൈം കഴിഞ്ഞിട്ടാണ് പല സിനിമകളും കഴിഞ്ഞു പോയതും. അല്ലെങ്കിൽ ലൈക്ക് സാമ്രാജ്യം 2 അത് ഒരു തരം ഞാൻ അതിനൊക്കെ പുറത്തു വന്നു തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോ എന്തായാലും നമ്മൾ ഏറ്റവും പുതിയ സിനിമയെ കുറിച്ച് കൂടി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ രാവുകൾ. കുറെ വിവാദങ്ങൾക്ക് ശേഷവും കുറെ വാർത്തകൾക്ക് ശേഷമൊക്കെയാണ് ആ സിനിമ റിലീസാകാനായിട്ട് പോകുന്നത്. എന്താണ് ഉണ്ണിക്ക് ആ സിനിമയെ കുറിച്ച്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്, ഫൺ ലവിങ് സിനിമയാണ്. സിനിമയെ കുറിച്ച് പലതും ഞാൻ കേട്ടു, പ്രൊഡ്യൂസറിന്റെ മരണം ഉൾപ്പെടെ. ബട്ട് ഭയങ്കര ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. സിനിമ കാണുമ്പോൾ എന്തുകൊണ്ട് അത്തരം വാർത്തകൾ വന്നു എനിക്ക് തോന്നുന്നു. വാർത്തകൾ പുറത്തു വിട്ട ആൾക്കാർക്ക് തന്നെ തോന്നിപ്പോകും ഞാൻ ഒരു ഫ്ലേർട്ടായിട്ടാണ്. ഔട്ട് ആൻഡ് ഔട്ട്, യെസ്, പച്ചയ്ക്ക് എന്താ പറയാ, കോഴി. എന്റെ ഡയറക്ടറിനോട് ഷാനിനോട് പറഞ്ഞത് ഈ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. ബട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. സിദ്ധാർത്ഥ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. കോഴിയാണ്. പിന്നെ എന്താ പറയുക, പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്. ഈവൻ ജാടയാണ്. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ്. ആസിഫിന്റെ ഇറ്റ്സ് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഈസ് ഡൺ. പിന്നെ വിനയ് ഉണ്ട്. വിനയുടെ ഭയങ്കര ഡിഫറെൻ്റ് ഒരു സംഭവമാണ്. വേണുചേട്ടനുണ്ട്. അപ്പോൾ എല്ലാം ഒരു പാക്കേജിങ് ആണ്. ഭയങ്കര എന്നെ ഒരു ലവർ ബോയ് ഇമേജിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള ഒരു സിനിമയും കൂടിയാണ്. അറിഞ്ഞാൽ ഒരു പക്ഷേ ബാഹുബലിയിലെ പ്രഭാസ് വരെ ഞെട്ടിപ്പോകാനും പിടിച്ചിട്ട് ഇടിക്കാനും സാധ്യതയുള്ള ഒരു വാർത്ത ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ടു. അനുഷ്ക ഉണ്ണി മുകുന്ദന്റെ ഒറ്റപ്പാലത്തെ വീട്ടിൽ വന്ന് കയറി. എന്തിന്? ഞാൻ ഭാഗ്മതി എന്നൊരു സിനിമ ചെയ്യുന്നുണ്ട്, തെലുങ്ക്, തമിഴ് ആൻഡ് മലയാളം ഓൾസോ. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ട് പൊള്ളാച്ചി വെച്ചായിരുന്നു. പൊള്ളാച്ചി നിന്ന് വീട് അടുത്തായതുകൊണ്ട് വി ഹാവ് ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് വന്നു, നാടകം കണ്ടു, എൻ്റെ ഒരു സുഹൃത്തിനെ മീറ്റ് ചെയ്തു. പിന്നെ വരിക്കാശ്ശേരി മന അവിടെ പോയി കുറച്ച് നേരം ഉണ്ടായിരുന്നു. അത്ര ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പ്രഭാസ് വിഷമിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആർക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രഭാസും അനുഷ്കയും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്? അനുഷ്കയായിട്ട് കുറച്ച് സമയം സംസാരിച്ച ആൾ എന്ന നിലയ്ക്ക് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഡെഫിനറ്റ്ലി ഒരു മൂന്നാമത്തെ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇവരുടെ ലൈഫിൽ എന്താ നടക്കണെന്ന് ഞാൻ അതിനെ അന്വേഷിച്ച് പോകാറില്ല. ഡെഫിനറ്റ്ലി നോട്ട്. ഞാൻ നോട്ട് മൈ കപ്പ് ഓഫ് ടീ. നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കല്യാണം കഴിച്ചു. ടൊവിനോ, നിവിൻ പോളി, ദുൽഖർ സൽമാൻ, ആസിഫ് അലി. ഉണ്ണി മുകുന്ദൻ മാത്രം എന്തിനിങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് പേരുടെ സംശയം. അതിലേക്ക് ഒരു പ്ലാനിങ് നടത്തിയിട്ടില്ല. പിന്നെ ഇതെല്ലാം അവരുടെ ലൈഫിൽ ഒരു സംഭവിച്ച കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഇത് എല്ലാം ലവ് മാരേജ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം. ദുൽഖറിന്റെ അറേഞ്ച്ഡ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നീയാ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, എന്റെയും അങ്ങനെ തന്നെ ആയിരിക്കണം. ലൈക്ക് ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നില്ല. വെരി ഫ്രാങ്ക്ലി ലൈഫിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും പ്ലാനിങ് നടത്തുന്നില്ല. ഒരു പക്ഷേ കേൾക്കാൻ കൊതിയുണ്ടാവും ഒരുപാട് പെൺകുട്ടികൾക്ക്. അതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഉണ്ണി മുകുന്ദന്റെ ഒരു സങ്കല്പം? സങ്കല്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫീമെയിൽ വെർഷൻ കിട്ടിയാൽ കൊള്ളുന്നുണ്ട് ഇപ്പോൾ. അല്ല അങ്ങനെയല്ല, ശാരീരികമായിട്ടില്ല. ഇത്രയും മസിലൊക്കെ വന്ന് ഉണ്ണി മുകുന്ദൻ രാവിലെ തന്നെ എഴുന്നേറ്റ്. പക്ഷേ ഇറ്റ് വിൽ ബി ഫൺ ആക്ച്വലി. അങ്ങനെ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഗുസ്തി മത്സരവും ലൈഫ് ഒരു രസമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെക്കാളും വേറെ ഒരു ഡിഫറെൻ്റ് ആയ ഒരു കാഴ്ചപ്പാട്. പിന്നെ നോർമൽ ഗേൾ അറ്റ് ദ സെയിം ടൈം കുറച്ച് ഇത് വെറുതെ നീ ചോദിച്ചപ്പോ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതിലൊരു സീരിയസ്നെസ് ഇല്ല ഈ ഉത്തരത്തിന്. ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട മുതലെടുപ്പ് നടത്തുന്നത് ഒരുപാട് വ്യാജ അക്കൗണ്ടുകളാണ്. അയ്യോ, ഉണ്ണി മുകുന്ദന്റെ ചിരി മാത്രം ഹൈലൈറ്റ് ആക്കിയിട്ട് ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട്.
ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഈ അടുത്തായിട്ടൊക്കെ എനിക്ക് കൂടിപ്പോയി. ഞാനും എൻ്റെ ഫേസ്ബുക്ക് അയ്യോ, ഞാൻ ആക്ച്വലി എൻ്റെ അടുത്ത ഫ്രണ്ട് മാത്രമേ നമ്മുടെയൊക്കെ ഫ്രണ്ടാണ് അബ്ദുൽ മനാഫ്, സോഫ്റ്റ്വെയർ വിദഗ്ധൻ പ്രമുഖ. പുള്ളിക്ക് തന്നെ മടുത്ത് പുള്ളി മറ്റേ ഹാൻഡ്സപ്പ് ചെയ്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയിൽ ഒരു മാസത്തിലൊക്കെ 3000 വ്യാജ അക്കൗണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ലൈക്ക് FB ഇന്ത്യ ആയിട്ട് കണക്ട് ചെയ്തിട്ട് മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സോഷ്യലി റെസ്പോൺസിബിൾ അവസ്ഥയിൽ ഞാനത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് വെച്ചിട്ട് ഒരാളും ഈ ഒരു ചീറ്റിങ്ങിൽ ഒന്നും പെടാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. ഈ അടുത്തായിട്ട് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് മാതൃഭൂമിയിൽ ഒരു ഇൻ്റർവ്യൂയുടെ ഭാഗമായിട്ട് ഫഹദിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും ചെയ്തു ലൈക്ക് എൻ്റെ അച്ഛന് ആദ്യം എനിക്കാണ് ഫോൺ വന്നത്. ലൈക്ക് ഇങ്ങനെ ഞാനൊരു ഉണ്ണി മുകുന്ദൻ എൻ്റെ ഭാര്യയെ ചതിച്ചു. അതെ, ചതിച്ചു എന്നല്ല, ചതി. അവർ ഗർഭിണിയായി, പിന്നെ അവരിവിടെ എന്നെ കാണാൻ വന്നു, അഗൈൻ പിന്നെയും ഗർഭിണിയായി. അച്ഛൻ നീ കഴിവ് തെളിയിച്ചല്ലേ? അച്ഛൻ ഭയങ്കര രസമായിട്ട് എനിക്ക് എൻ്റെ അച്ഛനോട് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയത്, മീൻസ് ആരാധന തോന്നിപ്പോയ സമയമായിരുന്നു. ബിക്കോസ് ഞാൻ ചെറിയ രീതിയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. പുള്ളി ഭയങ്കര നൈസായിട്ട് ഡീൽ ചെയ്തു. പുള്ളി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ഹെഡ് ആൻഡ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യൂ, ഡെഫിനറ്റ്ലി നമുക്ക് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ചെയ്യാം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവരുടെ സൈഡിൽ ഒരു ബാർഗനിങ് ഒക്കെ വന്നു. അല്ല വേണ്ട, നമുക്ക് വേണമെങ്കിൽ സംസാരിച്ച് തീർപ്പാക്കാം. അപ്പോൾ ഞാൻ അതിൽ മനസ്സിലായതിൻ്റെ സീരിയസ്നെസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇങ്ങനെ പേര് വെച്ചിട്ടൊക്കെ. ഞാനിത് പറഞ്ഞെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഫസ്റ്റ് എന്നെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് സെൽഫ് റെസ്പെക്ട് ഉണ്ട്. പിന്നെ അതേപോലെ എനിക്കറിയാം ഇത് ഗർഭിണി ആയിട്ടുണ്ടോ ഇല്ലെന്ന്. എന്ത് ഇഡിയോട്ടിക് ആയ സംഭവമാണ്. ലൈക്ക് പിന്നെ ഏതൊരു ഗുണ്ട വന്നിട്ട് എന്നെ രക്ഷിച്ചു. ഇപ്പൊ ഞാൻ അയാൾക്ക് 30,000 രൂപ കൊടുത്തു. ഭയങ്കര ലൈക്ക് കഥകൾ ഉണ്ടാക്കുമ്പോഴും അതിനൊരു ലോജിക്കില്ല. ആദ്യമായിട്ടായിരുന്നു ഉണ്ണിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഈ കോളിങ്ങിലൂടെ ഇത്രയും ഒരു ഭീഷണി ലെവലില് സാധാരണ വരാറുണ്ട് ഇങ്ങനെ, ഈ ചേട്ടാ ഈ ചാറ്റ് കണ്ടു. ഇതെല്ലാം അബ്ദുൽ മനാഫ് കുറെ ഉണ്ട്. അപ്പൊ പുള്ളി ഇത് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച 1000. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അടുത്തു. ഒരു പോയിന്റിൽ നിർത്തി വെച്ചു. വടക്കൻ സെൽഫിയില് ഉണ്ണി മുകുന്ദന്റെ കഥാപാത്രം കറക്റ്റ് ആയിട്ട് വർക്കായി. ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂങ്കിലും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആ സിനിമയുടെ റിലവൻസ് അത് തന്നെയായിരുന്നു. ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സിനിമ വിജയിച്ചതും. ഉണ്ണി മുകുന്ദൻ പൊതുവെ ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന സിനിമകളിൽ തന്നെ അഭിനയിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റൊരാളുടെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാണിക്കുന്നത് മമ്മൂക്കയുടെ പടത്തിലാണ്. മമ്മൂക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ വീണ്ടും വരുന്നുണ്ട്. അതെ, മമ്മൂക്ക എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ പടത്തിൽ ചെറിയ ഒരു പാസിംഗ് ആണെങ്കിലും ഞാൻ ചെയ്യും എന്നാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പണ്ടും. മമ്മൂക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ണി മുകുന്ദനെ? യെസ്, പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും സംസാരിക്കുന്നതും എപ്പോഴും മീൻസ് ഇത് മാത്രമല്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്. നമുക്കങ്ങനെ ജിമ്മിലേക്കൊക്കെ കളിക്കാൻ വെല്ലുവിളിച്ച ആളാണ്. ഒരു ദിവസം വൈകി വന്നപ്പോ വൈകിയാണല്ലേ വരുള്ളൂ എന്ന് ചോദിച്ചിട്ട്. അതെ, അങ്ങനെ ബോംബെ മാർച്ച് സമയത്ത് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്ക പറഞ്ഞു എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ മമ്മൂക്ക താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ എത്തി. അന്ന് മമ്മൂക്ക ലേറ്റ് ആയിരുന്നു, ഒരു മണിക്കൂർ എന്തോ. പക്ഷെ വന്നു, എക്സസൈസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ അതേ സമയത്ത് പോയപ്പോൾ മമ്മൂക്ക ഓൾറെഡി 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അതെ. അന്ന് തൊട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നി. ബിക്കോസ് ഫിസിക്കൽ ഫിറ്റ്നസ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പുള്ളിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആരെ വിളിക്കാറ് ഇങ്ങനെ മമ്മൂക്കയുടെ പടത്തിലേക്ക് വരുന്ന സമയത്ത്? ഡയറക്ടർ തന്നെ. പക്ഷെ ഇങ്ങനെ സൂചിപ്പിച്ചു ചെയ്താൽ നന്നായിരിക്കും, ഇഷ്ടപ്പെടും. പക്ഷേ റോളുണ്ട് അല്ല, അങ്ങനെയല്ല, വളരെ മാന്യമായ രീതിയിലാണ് പറയാറ്. ഇങ്ങനെ കഥ കേൾക്കുന്നൊക്കെയാണ്, പക്ഷെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഒരു മെസ്സേജും കൂടി വരും. അച്ചായൻസിൽ വന്നപ്പോ നമ്മൾ കള്ളുകൂടിന്റെ വേഷമാണ്. കള്ളു കുടിച്ചിട്ടുണ്ടോ ഉണ്ണി മുകുന്ദൻ എപ്പോഴെങ്കിലും? കള്ളു കുടിച്ചിട്ടുണ്ട്. ബൈ ചോയ്സ് അല്ല, ജസ്റ്റ് ദാറ്റ് ഹാഡ് ടു ഡു ഇറ്റ്. അത് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അല്ലാതെ വേറെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. പിന്നെ അബോധാവസ്ഥ, ലൈക്ക് അത് എനിക്ക് പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഞാൻ എന്റെ കൈ വിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. വെള്ളം എനിക്ക് ഇഷ്ടമല്ല, ബിക്കോസ് എനിക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ട് ഇംബാലൻസ് ഉണ്ട്. അതേപോലെ വെള്ളത്തിൽ 2 തരത്തിലും വെള്ളത്തിൽ ഞാൻ പോകാറില്ല. വെള്ളത്തിലാവുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഈ ആൾക്കാർ മുഴുവൻ നിൽക്കുമ്പോ ഇങ്ങനെ ഉണ്ണി മുകുന്ദന്റെ കയ്യിലേക്കൊക്കെ ആൾക്കാർ തുറച്ചു നോക്കുന്നുണ്ടാവും. മസിൽ കാണിച്ചാലോ? എനിക്കിഷ്ടമാണ് മസിൽ കാണിച്ചാലോ?
കുറച്ച് നിക്ക്. അല്ല അത് വേണ്ട ഇനി കോൺഷ്യസ്ലി ഇത്തിരി പ്രശ്നം. ഭയങ്കര നാണവും ചമ്മലും ഒക്കെ വന്നിട്ടോ ഉണ്ണിമുകുന്ദന്റെ മുഖത്ത് പെട്ടെന്ന്. രസമല്ല, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു നിമിഷം ഉണ്ടാവുമെന്ന് എനിക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ബിക്കോസ് 8th സ്റ്റാൻഡേർഡ് 10th വരെയൊക്കെ ഭയങ്കര ഒരു ബ്രൂസ്ലി ലൈക്ക് ഭയങ്കര തിന്നായ ഒരു ശരീരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഷ്യസ്ലി എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. അതേപോലെ തന്നെ കരിയറിൻ്റെ കാര്യത്തിലായാലും എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവർ കൊണ്ട് അത് ഉണ്ണി അത് ചെയ്തു, നന്നായിട്ട് ചെയ്തു എന്ന് പറയിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം സുഖമുണ്ട്. അത് മാത്രമല്ല ഡബ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ ആള് പിൽക്കാലത്ത് തെലുങ്കിൽ വരെ ഡബ് ചെയ്യുന്നു. അതെ, ആക്ച്വലി ഡബ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ മല്ലു സിംഗിൽ ഇപ്പോൾ ഞാനല്ല ഡബ് ചെയ്തത്. എനിക്കത് അതെൻ്റെ ഒരു മൈനസ് ആയിട്ട് ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. എനിക്ക് ഒരിക്കലും ആ സിനിമ വരുമ്പോൾ ഉണ്ണിമുകുന്ദൻ ഇരുന്ന് കാണാറുണ്ടോ? കാണാറുണ്ട്, പക്ഷേ ലൈക്ക് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഇന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ സിനിമകൾ ഞാൻ ഡബ് ചെയ്യുന്നു, ഞാൻ എൻ്റെ സിനിമയിൽ പാട്ട് പാടുന്നു എന്നൊക്കെ. അതൊരു കൈൻഡ് ഓഫ് അവന് മലയാളം വർത്തമാനം പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ ആള് ഗാനരചയിതാവാകുന്നു. അത് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഗുജറാത്തി അല്ല ഇങ്ങനെ മലയാളം സംസാരിക്കുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തരുമ്പോൾ ചിലപ്പോൾ ചോദിക്കും മലയാളത്തിൽ വായിക്കാൻ അറിയും. നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നു. നമ്മളിത് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇനി ആ സംസാരം അവിടെ നിർത്താണ്. എന്തായാലും ഉണ്ണി ഒരുപാട് സന്തോഷത്തിനും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചതിൽ. ഉണ്ണി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മലയാള സിനിമയിൽ. ആ വളർച്ച കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മൾ പാടാതെ വെച്ചൊരു പാട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ എഴുതി ഉണ്ണി മുകുന്ദൻ പാടിയ പാട്ട്. താങ്ക്സ് ഫോർ മാധു. സംസാരിക്കാൻ എപ്പോഴും ഒരു സന്തോഷം തന്നെയാണ്. ആൻഡ് മാധുക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് ഞാൻ പാട്ട് പാടിയിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, റെഡി. ഈ നിനവറിയാതെ ഈ കനവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാരിൽ ചായും നേരം ഒരു കാറ്റായി മനമേ നീ എതിരേൽക്കാമോ മലേ തേടും സ്വപ്നം പൂക്കും നേരം കൺമണി നിൻ ചൊല്ലാമോഹം ചാരേ. താങ്ക് യു. താങ്ക്സ്.